എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ദൂരെയായിട്ട് നമ്മുടെ ബഗ്ഗയുടെ പഴയ ടീം അവരാണെങ്കിൽ ബഗ്ഗയെ ഓർത്ത് കരയാണ്. ബഗ്ഗ ആ വലിയ യുദ്ധത്തിൽ പങ്കെടുത്ത് അവന്റെ കാറ്റ് പോയെന്നാണ് അവർ കരുതിയത്. അപ്പോഴായിരിക്കും അവർക്കൊരു വലിയ ഷോക്കുമായിട്ട് ബഗ്ഗയും അവന്റെ പുതിയ ടീമും അവിടേക്ക് വരിക. ബഗ്ഗിക്കാണെങ്കിൽ അവന്റെ പഴയ ടീമിനെയും അവരുടെ വിഷമമൊക്കെ കാണുമ്പോൾ അവൻ അവരോടുണ്ടായിരുന്ന ദേഷ്യം അതൊക്കെ മഞ്ഞുപോലെ ഉരുകിയില്ലാതാവും. കാരണം ലാസ്റ്റ് ടൈം നേവിക്കാർ അവനെ കൊണ്ടുപോകുമ്പോൾ അവന്റെ ടീം പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ അവരുടെ വിഷമവും സങ്കടവും ഒക്കെ കാണുമ്പോൾ ബഗ്ഗിക്കും ഒരുപാട് സങ്കടാവും. അങ്ങനെ പുതിയ ടീമും പഴയ ടീമൊക്കെ ചേർന്ന് അവരിപ്പോ വലിയൊരു ടീമായി മാറുകയാണ്. അതിനുശേഷം ബഗ്ഗിയുടെ പഴയ ടീംമേറ്റ്സ് അവരാണെങ്കിൽ പൈററ്റ്സിന് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ്. ആൽവിടയ്ക്കാണെങ്കിൽ ബഗ്ഗിയുടെ തിരിച്ചുവരവ് അത് അത്ര ഇങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. കാരണം ബഗ്ഗി പോയതിനു ശേഷം അവളായിരുന്നു ആ ടീമിന്റെ ക്യാപ്റ്റൻ. അവൾ ഡയറക്റ്റ് ആയിട്ട് ഇപ്പൊ ബഗ്ഗിയുടെ അടുത്തേക്ക് വരും. സത്യത്തില് നീ ആ ഒരു പ്രശ്നം നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് ഉള്ളത് തന്നെയാണോ? ആരാണ് നിന്നെ അവിടുന്ന് രക്ഷപ്പെടുത്തിയത്? മാത്രമല്ല നീ ഇപ്പൊ ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്ന പ്രിസണേഴ്സ് അവരെല്ലാവരും വളരെ ടെററാണ്. അവർക്ക് ഒരുപാട് ബൗണ്ടറി ഒക്കെ ഉള്ളവരാണെന്ന് കണ്ടാൽ അറിയാം. അതിന് ബഗ്ഗി പറയും, അതെ അതെ, അവരെല്ലാവരെയും ഞാൻ തന്നെയാണ് രക്ഷപ്പെടുത്തിയത്. അതുമാത്രമല്ല നിനക്ക് ഞാൻ ഒരു സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ലൂഫിയിൽ നിന്ന് അവൻ മേടിച്ച ആ ഒരു ഹാംലെറ്റ് അതിപ്പോ അവൻ അവൾക്ക് കൊടുക്കുകയാണ്. അവൾക്കാണെങ്കിൽ അത് കാണേണ്ട താമസം ഭയങ്കര സന്തോഷം. അവൾക്കും ആ ഒരു ജോബ് ട്രഷറിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. നിനക്കിത് എവിടെ നിന്ന് കിട്ടി? ആര് തന്നു? അതിന് ബഗ്ഗി വമ്പ സ്റ്റൈലിൽ പറയും, ഞാൻ ലൂഫി ആയിട്ട് ഒരു ഡീൽ ഉണ്ടാക്കി. അങ്ങനെ അവന്റെ കയ്യിൽ നിന്ന് തന്നെ ഞാനിത് വാങ്ങിയെടുത്തു. എപ്പോഴും കാറ്റ് ഈസ്റ്റ് വെസ്റ്റ് സൈഡിലേക്ക് മാത്രമായിരിക്കില്ല അടിക്കുക, എനിക്ക് നേരെ കാറ്റടിക്കും. ഇപ്പൊ എന്റെ കാലമാണെന്ന് പറഞ്ഞ് അവനങ്ങനെ ഹാപ്പി അടിച്ചിരിക്കും. ഉടനെ ആൽവിടെ ആണെങ്കിൽ ന്യൂസ് പേപ്പർ എടുത്ത് അവന്റെ കയ്യിൽ കൊടുക്കും. ലൂഫി വീണ്ടും മറൈൻ സ്പോട്ടിലേക്ക് പോയി. അത് കേട്ട് ബഗ്ഗി വണ്ടടിക്കും. അവൻ ആ ന്യൂസ് പേപ്പർ വായിക്കും. അതില് ലൂഫിയും ചിമ്പയും അവരുടെ കൂടെ ആ റെയിലിയും മറൈൻ സ്പോട്ടിലേക്ക് പോയെന്ന് അവൻ വായിക്കും. അവനെ കൊണ്ടാണെങ്കിൽ അത് വിശ്വസിക്കാനാവില്ല. കാരണം റെയിലി വെറും ഒരു നിസ്സാരക്കാരനല്ല എന്ന് ബഗ്ഗിക്ക് നന്നായിട്ട് അറിയാം. സത്യത്തിൽ ഇവിടെ എന്താ നടക്കണേ? ലൂഫിയുടെ പപ്പ റെവല്യൂഷണറി ആർമിയുടെ ക്യാപ്റ്റൻ ഡ്രാഗണാണ്. അവന്റെ ഗ്രാൻഡ് പാ സാക്ഷാൽ കാർപ്പ്. അപ്പൊ ഈ റെയിലി അവൻ ഒരു പക്ഷേ ലൂഫിയുടെ അങ്കിൾ ആയിരിക്കോ? അതേസമയം നമ്പർ 3 ആണെങ്കിൽ ഗവൺമെന്റിൽ നിന്ന് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇപ്പോ ബഗ്ഗിയുടെ അടുത്തേക്ക് വരും. ബഗ്ഗി ആണെങ്കിൽ അത് കേൾക്കേണ്ട താമസം ഷോക്കാവും. ഗവൺമെന്റിൽ നിന്ന് മെസ്സേജോ? ഉടനെ നമ്പർ 3 അവനത് തുറന്നു വായിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്താ ഇപ്പൊ സബോർഡിനേറ്റ് ആർക്കിപ്പലകം കാണിക്കും. അവിടെ 44ാമത്തെ മരത്തിന്റെ ചുവട്ടിലാണ് നമ്മുടെ ലൂഫിയുടെ ടീമിന്റെയും 1000 സണ്ണി കപ്പല് അതുള്ളത്. ആ കപ്പല് കൊള്ളയടിക്കാനായിട്ട് ഇപ്പൊ ഒരുപാട് കൊള്ളക്കാര് അതിന്റെ അടുത്തേക്ക് വരും. പക്ഷെ കപ്പലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഫ്ലൈയിങ് ഫിഷ് റൈഡേഴ്സ് ഉണ്ട്. ഡുവലാണെങ്കിൽ വമ്പം കലിപ്പില് നിങ്ങൾക്ക് അത്ര ധൈര്യം ഉണ്ടെങ്കിൽ ലൂഫിയുടെ കപ്പലില് കൈവെക്കും. ഇതിപ്പോ ഞങ്ങളുടെ പ്രൊട്ടക്ഷനിലാണ്. ഇത്രയും ചുന്ദരനായിട്ടുള്ള ഒരു ബ്ലാക്ക് കാറ്റിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ആക്ച്വലി ഞാൻ ഭയങ്കര ഫേമസ് ആവാൻ പോകുന്ന ഒരാളാണ്. ആ എന്നെ വെട്ടിച്ച് നിങ്ങൾക്ക് ഈ കപ്പൽ സ്വന്തമാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവന്റെ ടീമും ഇപ്പൊ വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് ഫൈറ്റ് ചെയ്യാൻ റെഡിയായി കഴിഞ്ഞു. വെള്ളക്കാരാണെങ്കിൽ ട്രൗസറും മുക്കി 100-110 ഓടുകയാണ്. ഉടനെ ക്യാമി പെണ്ണ് അവിടേക്ക് വന്ന്, വാവ്, നിങ്ങൾ അടിപൊളിയാണ്, നിങ്ങളെ കാണാൻ ശരിക്കും സൂപ്പറാണ്. ഡുവലിനാണെങ്കിൽ കുറച്ച് നാണമൊക്കെ വന്ന് അവൻ കളമൊക്കെ വരയ്ക്കാൻ തുടങ്ങും. അപ്പോഴായിരിക്കും അവൻ ശ്രദ്ധിക്കുക അവളത് പറഞ്ഞത് ഡുവലിനെ നോക്കിയല്ല. അവളിപ്പോ മർമെയ്ഡിനോട് കാര്യമായിട്ട് എന്തൊക്കെയോ സംസാരിക്കും. നമ്മുടെ ചെക്കൻ ചെറുതായിട്ടൊന്ന് ചമ്മി ഐസാവും. പക്ഷെ എന്നാലും വലിയ ഭാവവ്യത്യാസമൊന്നും ഇല്ലാതെ അവനങ്ങനെ ഹായ് ആയിട്ട് നിൽക്കും. ഇവിടെ മർമെയ്ഡ് പെണ്ണിനും ടീമിനും ഭയങ്കര സന്തോഷം. കാരണം ലൂഫി അവൻ ജീവിച്ചിരിപ്പുണ്ട്. അവൻ വരുന്നത് വരെ തീർച്ചയായിട്ടും അവന്റെ കപ്പലിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. അതിന് ഡുവല് പറയും, ഞങ്ങൾ ഇവിടെ ഉള്ളിടത്തോളം കാലം കപ്പലിൽ ആരും തൊടില്ല. അപ്പൊ അടുത്ത നിമിഷം സാക്ഷാൽ കൂമ അവനൊരു ബൈബിളൊക്കെ പിടിച്ച് അവിടേക്ക് വരികയാണ്. ഡുവലിന്റെ ടീമാണെങ്കിൽ അവനെ കണ്ട് പേടിച്ചോടും. അവിടെ അങ്ങനെ കട്ട് ചെയ്ത ഈ പാലപ്പസ്റ്റയിലുള്ള ഷാക്കി ഐലാൻഡ് കാണിക്കും. അവിടെ പെല്ലും ചക്കയും ആണെങ്കിൽ നല്ല രീതിയിൽ രാജ്യത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല മിസ്റ്റർ കോബ്ര അദ്ദേഹം ആണെങ്കിൽ രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല ഇപ്പൊ ഒരുപാട് പൈററ്റ്സ് ലോകമെമ്പാടും ഇറങ്ങിയിരിക്കുകയാണ്. സോ അവരെ റെസിസ്റ്റ് ചെയ്യാനുള്ള പുതിയ കുറെ പ്ലാനും ആൾ എക്സിക്യൂട്ട് ചെയ്യും. ആക്ച്വലി ലൂഫിയുടെ പൈററ്റ്സ് ടീമിനെ പോലെ ആയിരുന്നു ബാക്കിയുള്ള പൈററ്റ്സ് എങ്കിൽ ഈ ഒരു ലോകം അത് എത്ര നന്നായേനെന്ന് ആൾ ആഗ്രഹിക്കും. മറ്റൊരു ഭാഗത്ത് ഇപ്പൊ നമ്മുടെ വിവിയെ കാണിക്കും. അവളാണെങ്കിൽ ലൂഫിയുടെ ന്യൂസ് ഒക്കെ വായിച്ച് ഒരുപാട് സാഡായിട്ട് ഇരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഗ്രാൻഡ് ലൈനിലുള്ള ഒരു വലിയ സിറ്റി കാണിക്കും. അവിടേക്ക് ഇപ്പോ സാക്ഷാൽ ക്രൊക്കഡൈൽ എത്തിയിരിക്കുകയാണ്. ക്രൊക്കഡൈലും ലൂഫിയുടെ ലേറ്റസ്റ്റ് ന്യൂസ് തന്നെയായിരിക്കും വായിച്ചുകൊണ്ടിരിക്കുന്നത്.
ക്രൊക്കഡൈൽ പറയും, ഞാൻ ഇനി ഇവിടെ നിൽക്കാൻ പോകുന്നില്ല, ആ ന്യൂ വേൾഡിലേക്ക് പോവാണ്. അവൻ ടേൺ ചെയ്ത് അവന്റെ അസിസ്റ്റന്റിനോട്, നീയും എന്നോടൊപ്പം ന്യൂ വേൾഡിലേക്ക് വരുന്നോ? അതിനവൻ പറയും, തീർച്ചയായിട്ടും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ലോകം മുഴുവനും ലൂഫി ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന ന്യൂസ് സ്പ്രെഡ് ആയിരിക്കുകയാണ്. ആന്റിക്ക് ഇനി ആകെയുള്ള ആശ്വാസം അത് ലൂഫിയാണ്. ആന്റി ആണെങ്കിൽ ആ ന്യൂസ് പേപ്പർ എടുത്ത് ലൂഫിയും ഏസും ഫ്രണ്ടും എല്ലാവരും ചേർത്ത് ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഹൈഡ് ഔട്ടിലേക്ക് വരും. അതിനുശേഷം ആ ന്യൂസ് പേപ്പർ കാണിച്ച്, നിങ്ങളുടെ ബ്രദർ അവൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, ഉറപ്പായാലും നിങ്ങളുടെ ആഗ്രഹം അവൻ സാധിച്ചെടുക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ കരയാണ്. അതേസമയം ഇവിടെ നമ്മുടെ ലൂഫി ആണെങ്കിൽ ഇപ്പോ പ്രിൻസസിന്റെ കപ്പലില് ഹായായിട്ട് കിടക്കും. അവന് ചുറ്റും ഒരുപാട് തോഴിമാര് അവർ ലൂഫിയുടെ കയ്യിലും കാലിലും ബോഡിയിലെല്ലാം പിടിച്ചു വലിച്ച് കളിച്ചോണ്ടിരിക്കുകയാണ്. ലൂഫിയെ മാത്രം ആയിരിക്കില്ല, റെയിലിയെയും ജിംബയെയും പിടിച്ചു നിർത്തി അവരുടെ സ്കിന്നും പിടിച്ചു വലിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ റെയിലിക്കാണെങ്കിൽ വലിയ എന്തോ റോക്കറ്റ് വിട്ട സന്തോഷമാണ്. കാരണം അറിഞ്ഞുകൊണ്ടാണ് അവൻ ലൂഫിയെ കൂട്ടി അവിടേക്ക് പോയതും ആ ബെല്ലടിച്ചതും. തീർച്ചയായിട്ടും അതിന്റെ മീനിങ് അവര് മനസ്സിലാക്കുമെന്ന് പറഞ്ഞ് കാര്യമായിട്ട് എന്തൊക്കെയോ കണക്ക് കൂട്ടുകയാണ്. അപ്പൊ അതേസമയം സ്കൈയിൽ കാണിക്കും, അവിടെയാണെങ്കിൽ നമ്മുടെ ചോപ്പർ ആ ബേർഡിന്റെ പുറത്തിരുന്ന് പറന്നു വരികയാണ്. ചോപ്പർ ആണെങ്കിൽ വീണ്ടും വീണ്ടും ഒരേ ന്യൂസ് പേപ്പർ തന്നെ വായിച്ചിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ഈസ്റ്റ് വെസ്റ്റ് ബ്രിഡ്ജില് നമ്മുടെ റോബിൻ, അവളാണെങ്കിലും പേപ്പർ വായിക്കുമ്പോൾ തന്നെ പിടികിട്ടും ലൂഫി എന്താണ് ഇതുകൊണ്ടല്ല ഉദ്ദേശിക്കുന്നതെന്ന്. മറ്റൊരു ഭാഗത്ത് കവബക്ക കിൻഡത്തില് സാഞ്ചി, അവനും ആ ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ ലൂഫി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇവാനാണെങ്കിൽ ഡാൻസ് ഒക്കെ കളിച്ച് സാഞ്ചിയുടെ ചുറ്റും ഓടി നടക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ പാവം ഒസോപ്പ്, അവൻ തിന്ന് കൊഴുത്ത് തടിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അവനെ കൊണ്ടിപ്പോ കറക്റ്റായിട്ട് ഓടാനൊന്നും പറ്റില്ല. വഴിയിൽ കാണുന്ന കല്ലിലും മരത്തിലും ഒക്കെ തട്ടി അവൻ അടിച്ചു വീഴും. ഹെർലുക്ക് ആണെങ്കിൽ അവന്റെ പിന്നാലെ വന്ന് വഴക്കു പറയും. ഒസോപ്പ് ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ വീണ്ടും വീണ്ടും അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അവന്റെ ഒരേ ഒരു ലക്ഷ്യം എത്രയും പെട്ടെന്ന് അവന്റെ ക്യാപ്റ്റൻ ലൂഫിയുടെ അടുത്തെത്തുക, ടീംമേറ്റ്സിനെ തിരികെ പിടിക്കുക. ഒരു റൗണ്ട് ഐലാൻഡിലൂടെ ഓടി വന്ന് അവൻ വീണ്ടും വീണ്ടും ഫുഡ് കഴിക്കും. അപ്പോഴായിരിക്കും ലേറ്റസ്റ്റ് ന്യൂസ് പേപ്പർ ആ ബേർഡ് അവിടെ ഇടുക. അവൻ ആ ന്യൂസ് വായിച്ച് ലൂഫി എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത വെതറി ഐലാൻഡില് നമ്മുടെ നാമി, അവളാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു ബലൂൺ അടിച്ചു മാറ്റാൻ ശ്രമിക്കും. അപ്പാപ്പൻ തീർത്ത് പറയും, ഈ വെതറി ഐലാൻഡ് അത് മുഴുവനായിട്ടും ഇപ്പൊ ക്ലോസ് ചെയ്തിരിക്കുകയാണ്, നിന്നെ കൊണ്ട് അത്ര പെട്ടെന്നൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല, തൽക്കാലം നീ ഞാൻ പറയുന്നത് കേൾക്ക്, എന്റെ കൂടെ വായോ എന്ന് പറഞ്ഞ് അവളെ വിളിക്കും. വേറെ വഴിയില്ലാതെ അവളും ഗ്രാൻഡ്പയുടെ കൂടെ വീട്ടിലേക്ക് വരും. വീട്ടിലെത്തുമ്പോ ലേറ്റസ്റ്റ് ന്യൂസ് പേപ്പറിലെ ന്യൂസ് കണ്ട് അവളും വണ്ടർ അടിക്കുകയാണ്. അവൾക്ക് ആക്ച്വലി ലൂഫിയുടെ ഡിസിഷൻ അതൊട്ടും ഇഷ്ടാവില്ല. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഫ്രാങ്കി, അവനിപ്പോ ഗ്രാൻഡ്പയും ചിന്നപ്പെണ്ണും പറഞ്ഞത് കേൾക്കാതെ ആ ഒരു ലാബ് അത് മുഴുവനായിട്ടും ഒരു സ്വിച്ചിൽ പിടിച്ച് അമർത്തി തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. പാപ്പനാണെങ്കിൽ ആ ചിന്നപ്പയ്യനോട് പറയും, ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അവനോട് ഞാൻ 100 തവണ പറഞ്ഞതാണ് ആ സെൽഫ് ഡിസ്ട്രക്ഷൻ ബട്ടൺ അതിൽ അമർത്താനായിട്ട് പാടില്ല എന്ന്. പക്ഷെ അവൻ അതൊന്നും കേൾക്കാതെ അതിൽ അമർത്തി. അതുകൊണ്ടാണ് അവനിങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞ് അവർ തിരികെ നടക്കാൻ ശ്രമിക്കുമ്പോഴായിരിക്കും ഒരു ജയന്റ് കരിമ്പൂതം അവരുടെ മുൻപിൽ വന്ന് നിൽക്കുക. അത് മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ ഫ്രാങ്കി. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ ലോങ് ഓഫ് ട്രൈബ്സിനെ കാണിക്കും. അവിടെയാണെങ്കിൽ നമ്മുടെ ബ്രൂക്ക്, അവരെല്ലാവരും ചേർന്ന് ബ്രൂക്കിനെ ഒരു സ്പെഷ്യൽ സെല്ലിൽ അടച്ചു വെച്ച് അവന് ചുറ്റും ഡാൻസും പാട്ടൊക്കെ ആയിട്ട് അടിച്ചു പൊളിക്കുകയാണ്. ഉടനെ ആ വില്ലന്മാര് ഇപ്പൊ ബ്രൂക്കിനും ലേറ്റസ്റ്റ് ന്യൂസ് പേപ്പർ വായിക്കാൻ കൊടുക്കും. അത് വായിക്കുമ്പോൾ തന്നെ ബ്രൂക്കിനും ലൂഫി എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് കറക്റ്റായിട്ട് പിടികിട്ടും. അപ്പൊ മറ്റൊരു ഭാഗത്ത് നമ്മുടെ സോറോ, അവനാണെങ്കിൽ ഇപ്പോഴും ഒരുപാട് അടിയൊക്കെ കിട്ടി വീണ് കിടക്കുകയാണ്. അപ്പൊ ആ പെറോണ വില്ലത്തിയാണെങ്കിൽ അവന്റെ അടുത്തേക്ക് വന്ന് ലൂഫിയുടെ ലേറ്റസ്റ്റ് ന്യൂസിനെ കുറിച്ച് പറയും. അവനും ആ ന്യൂസ് പേപ്പർ മുഴുവനായിട്ട് വായിച്ച് ലൂഫിയുടെ ഐഡിയ മനസ്സിലാക്കും. ലൂഫിക്ക് ഒരിക്കലും ഇത്രയും ബുദ്ധിയൊന്നും ഇല്ല. അവന്റെ കൂടെ ആ റെയിലി ഉണ്ട്, തീർച്ചയായിട്ടും ഇതിന്റെ എല്ലാം പിന്നില് ആ റെയിലി ആയിരിക്കും. അവനാണെങ്കിൽ ആ ന്യൂസ് അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വായിക്കുമ്പോഴായിരിക്കും മറ്റെന്തോ ഒരു കാര്യം സ്ട്രൈക്ക് ആവുക. അവൻ അത് കണ്ട് അങ്ങനെ ഷോക്ക് ആവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.